Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലിയിൽ ക്രിസ്തുമസ് പുതുവത്സര താരകം തെളിഞ്ഞു. മാഞ്ഞാലിത്തോടിനോട് ചേർന്നുള്ള ആരോഗ്യപാതയിൽ 700-ലേറെ നക്ഷത്ര വിളക്കുകൾ മെഴി തുറന്നു. കോതകുളങ്ങര ടെമ്പിൾ നഗർ റെസിഡൻസ് അസോസിയേഷനും നഗരസഭയും ചേർന്നാണ് താരകം 2025 സംഘടിപ്പിക്കുന്നത്. അങ്കമാലി നഗരസഭയിലെ കോതകുളങ്ങര മങ്ങാട്ടുകര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് മാഞ്ഞാലിത്തോടിന് ചേർന്നുള്ള ആരോഗ്യപാത. 2014 അന്ന് MLA ആയിരുന്ന മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 48 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആരോഗ്യപാത നിർമ്മിച്ചത്. അങ്കമാലി നഗരത്തിന് മുതൽക്കൂട്ടായി മാറിയ ഈ നടപ്പാത അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലിന്റെ വികസന നേട്ടങ്ങളിൽ സുപ്രധാനമായി ഇന്നും നിലകൊള്ളുന്നു. ആരോഗ്യപാതയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കോതകുളങ്ങര മങ്ങാട്ടുകര നിവാസികളും അങ്കമാലി നഗരസഭാ ഭരണസമിതിയും എന്നും ജാഗരൂകരായിരുന്നു. 10 വർഷം പിന്നിടുമ്പോൾ മറ്റേതൊരു ക്രിസ്തുമസ് ന്യൂ ഇയർ കാർണിവലുകളെയും വെല്ലുന്ന തരത്തിൽ അങ്കമാലിയിൽ ഒരു നക്ഷത്ര തടാകത്തിന് വേദിയൊരുക്കിയ മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലിന്റെ ദീർഘവീക്ഷണത്തെ അങ്കമാലിക്കാർ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഡിസംബർ 15 ഞായറാഴ്ച. ഒരു കാലത്ത് പുഴയും പിന്നീട് തോടും ഇപ്പോൾ വെറും നീർച്ചാലുമായി പരിണമിച്ച മാഞ്ഞാലിത്തോടിന് ഇരുവശങ്ങളിലുമായാണ് താരകങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നത്. ഒരു ഭാഗത്ത് കുങ്കുമവർണം വാരിപ്പൂശിയ ആകാശം, മറുവശത്ത് പറവക്കൂട്ടങ്ങൾ അഭയം തേടുന്ന മരച്ചില്ലകൾ, ആനപ്പാറയും വെമ്പിളിയം മഹാദേവ ക്ഷേത്രവും തൊട്ടടുത്ത്. ഇനിയുള്ള വൈകുന്നേരങ്ങളിൽ ഈ ആരോഗ്യപാതയിലൂടെയുള്ള നടത്തം ആരോഗ്യം മാത്രമല്ല ആനന്ദവും പ്രദാനം ചെയ്യും. കോതകുളങ്ങര ടെമ്പിൾ നഗർ റെസിഡൻസ് അസോസിയേഷൻ അങ്കമാലി നഗരസഭയുടെ സഹകരണത്തോടെയാണ് താരകം 2025 നടപ്പിലാക്കുന്നത്. ആരോഗ്യപാതയുടെ ഇരുവശങ്ങളിലുമായി 700ഓളം LED നക്ഷത്ര വിളക്കുകളാണ് പ്രഭ പരത്തുന്നത്. റോജി എം ജോൺ MLA താരകം 2025 സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാറ്റൂര് നക്ഷത്ര തടാകം കാർണിവൽ നടക്കുമ്പോൾ അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതുപോലൊരു പരിപാടി നടത്താനുള്ള പ്രയാസം, അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രദേശം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ മാഞ്ഞാലിത്തോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനൊരു നടപ്പാതയുണ്ടായി. നമ്മുടെ ബഹുമാനായ മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കുകയും ആ തുക നമുക്ക് ലഭ്യമാക്കുകയും ഇത്രയും ഭംഗിയായി നമുക്ക് ഇത്രയും ദൈർഘ്യമേറിയ ഒരു നടപ്പാത ഈ മാഞ്ഞാലിത്തോടിൻ്റെ ഓരത്ത് നമുക്ക് ഇതുപോലെ ലഭ്യമായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിരവധി ആളുകൾ ഇവിടെ ദൈനംദിനം വന്നവണ്ണം ഇവിടെ നടക്കാൻ വരുന്നു. ഇതൊരു ആരോഗ്യപാതയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെ ഇതുപോലൊരു ക്രമീകരണത്തെക്കുറിച്ച് ആളുകൾ ആലോചിക്കുകയും അത് ഇത്രയും മനോഹരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, ആളുകൾ നമുക്ക് പൊതു ഇടങ്ങൾ നമുക്ക് കുറഞ്ഞു വരികയാണ്. കാരണം നമുക്കൊരു കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമുക്ക് ആളുകൾക്ക് ഒത്തുകൂടാനായിട്ടുള്ള ഇഷ്ടംപോലെ സൗകര്യങ്ങൾ, കാരണം പല സ്ഥലങ്ങളും കാലിയായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് കൃഷി ചെയ്യാത്ത പാടശേഖരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ആളുകൾക്കൊക്കെ ഒത്തുകൂടാൻ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് അതിവേഗത്തിൽ നമ്മൾ നഗരവൽക്കരണം നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ നഗരവൽക്കരണം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകൾക്ക് ഒത്തുകൂടാനായിട്ടുള്ള സ്ഥല സൗകര്യങ്ങൾ അല്ലെങ്കിൽ റിക്രിയേഷൻ അല്പസമയം ചെലവഴിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കുറവാണ്. എന്തായാലും KTN റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ കോതകുളങ്ങരക്കാർ വളരെ ഭാഗ്യം ചെയ്തവരാണ്. നമുക്കിവിടെ ഇത്രയേറെ സൗകര്യമുണ്ട്. ആ സൗകര്യം അത് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായി
അതിനോടനുബന്ധിച്ച് ഇവിടെ രാത്രികാലങ്ങളിലും അല്ലെങ്കിൽ ഈ ക്രിസ്മസിന് പുതുവർഷത്തോടൊക്കെ അനുബന്ധിച്ച് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായി, വളരെ ഭംഗിയായി, ഒത്തിരിയേറെ ഇവിടെ എല്ലാവരും കുടുംബസമേതം ഇവിടെ എത്തിച്ചേരുകയാണ്. അത് ഇതിൻ്റെ ഈ പരിപാടി ഇങ്ങനെ ഇവിടെ തയ്യാറാക്കി അതിൻ്റെ ഒരു വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എത്ര നക്ഷത്രങ്ങളുണ്ട് മൊത്തം? 650 നക്ഷത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 650 നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നത്. ഞങ്ങൾ മലയാറ്റൂരൊക്കെ ഉപയോഗിക്കുന്നത് പേപ്പർ സ്റ്റാറാണ്. പേപ്പർ സ്റ്റാറിൽ അതിനകത്ത് ലൈറ്റ് ഇട്ടാണ്. പക്ഷേ ഇത് ഇത്തരത്തിൽ തന്നെയുള്ള ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ സ്റ്റാറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ഭംഗിയായ രീതിയിൽ ഇത് ക്രമീകരിക്കാൻ മുൻകൈയെടുത്ത KTNൻ്റെ മുഴുവൻ ഭാരവാഹികൾ, അതിനോട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ അങ്കമാലി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള, അതുപോലെ ഇവിടുത്തെ വാർഡ് കൗൺസിലർമാർ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതൊരു തുടക്കമാണ്. നമ്മളെല്ലാ പരിപാടികളും ആരംഭിക്കുമ്പോൾ അത് നമ്മളിതിൻ്റെ ഏത് രീതിയിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കുമെന്ന് നമുക്ക് വലിയ ചിന്തയുണ്ടാവില്ല. നമ്മളൊരു പ്രതീക്ഷയിൽ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇതെന്തായാലും ഈ വർഷം ഇത് നല്ലൊരു തുടക്കം തന്നെയാണ്. ഇത് വരും വർഷങ്ങളിൽ നമുക്കിത് കൂടുതൽ വിപുലീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. ഇത് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ ഇവിടേക്ക് വരും. അതുകൊണ്ട് ഇത് കൂടുതൽ വിജയപ്രദമായിട്ട് വരും വർഷങ്ങളിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക്. അതെ, മീഡിയയുടെ ഒക്കെ നമുക്കിത് പിന്തുണ നമുക്ക് ലഭ്യമാവും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇത് ഓരോ വർഷം കഴിയും തോറും ഇത് കൂടുതൽ വിപുലമായി കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിച്ച് അതുവഴി ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും സാധ്യമാവുന്ന തരത്തിലുള്ള പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇത് ഒരു തുടക്കമാണ്. ഇത് ഭാവിയിൽ ഇത് കോതകുളങ്ങരയുടെ ഒരു ഉത്സവമായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നഗരസഭ ഇത് ഏറ്റെടുക്കാനും തയ്യാറാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയോടും സഹകരണത്തോടും കൂടി നമുക്ക് എല്ലാ വർഷവും ഇത് മനോഹരമാക്കി നടത്തണം. ഈ ആശയം ശ്യാമും ഉണ്ണികൃഷ്ണനും MLAയുമായി സംസാരിച്ചു. MLA അതിന് വേണ്ട എല്ലാ പിന്തുണയും തരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മലയാറ്റൂർ നക്ഷത്ര തടാകം അത് ഒരു ചെറുതായി തുടങ്ങിയതാണ്. ഇന്നതൊരു വലിയ ആ പ്രദേശത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായി തന്നെ മാറിയിരിക്കുകയാണ്. എന്ന പോലെ നമുക്ക് ഇവിടെ ജോസേട്ടൻ മുൻകൈയെടുത്താണ് ഈ നടപ്പാതയൊക്കെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ അതിനൊരു നിമിത്തമായി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഈ തടാകം ഒന്ന് ഇവിടെ ഉച്ചയ്ക്ക് ഞങ്ങളിങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കേണ്ടത്, അതൊന്ന് ചെളിയൊക്കെ കൂരി വൃത്തിയാക്കി അപ്പുറത്തൊരു തടയണ കൂടി വന്നാൽ ഇവിടെ ആവശ്യത്തിന് വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസറ്റയിൽ, വാർഡ് കൗൺസിലർ സന്ദീപ് ശങ്കർ, നഗരസഭാ കൗൺസിലർമാരായ റീത്ത പോൾ, പോൾ ജോവർ, AV രഘു, ടെമ്പിൾ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VT ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ശ്യാം ശശികുമാർ, മുൻ നഗരസഭാ കൗൺസിലർ പുഷ്പ മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതുപോലുള്ള ഒരു മനോഹരമായ കാര്യം നമ്മുടെ ടൗണിനോട് ചേർന്ന് ഇത്രയും സഹകരണത്തോടു കൂടി പണിയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അതിന് മുൻകൈ എടുത്ത ശ്യാം ഉൾപ്പെടെയുള്ള കൗൺസിലർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാവരെയും KTNൻ്റെ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് KTNൻ്റെ ഒരു സൃഷ്ടികർത്താവോട് ഇരിക്കേണ്ടത് അപ്പോൾ കൂട്ടൻ ഇതിൻ്റെയൊക്കെ ഐഡിയയും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കാനും പഠിക്കാനായിട്ടൊക്കെ ചെയ്ത ആളാണ്. ആളുകളുടെ കൂട്ടത്തിൽ കൂടെ ഇതൊക്കെ ഇപ്പോൾ നടത്തി അതിന് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നടക്കുന്നു. നമുക്കിതിനേക്കാൾ മനോഹരമായ പരിപാടികൾ നടക്കാൻ പറ്റും. ഈ ഒരു വാർഷിക പരിപാടി എന്നുള്ളതിനേക്കാളേറെ അതുപോലെ അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ക്രിസ്മസിൻ്റെ ഈ തരത്തിൽ ആണെങ്കിൽ വേറെ തരം നമുക്ക് ഓണത്തിനൊക്കെ നമുക്ക് വേറൊരു ആഘോഷവും നമുക്ക് ഇതുപോലെയൊക്കെ ഒരു ഉല്ലാസം നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഉത്സവം ഉണ്ടാക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറട്ടെ. ആളുകളുടെ മാനസികോല്ലാസത്തിനും എല്ലാം തന്നെ വ്യായാമവും എല്ലാം തന്നെ. ഞാനിവിടെ നടക്കാൻ വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യായാമത്തിൻ്റെ ഒരു ഭാഗം ഞാനും സ്ഥിരമായി അനുഭവിക്കുന്നതാണ്. എന്തായാലും ഈ പരിപാടി എനിക്ക് വേറെ പ്രത്യേക അഭ്യർത്ഥന നിങ്ങളുടെ ആൾക്കാരുള്ളത്, കോതൽക്കരയുള്ള ആൾക്കാരൊക്കെ ഈ വഴിക്ക് നടക്കാൻ കുറവാണ് തന്നെ. ഞാൻ കാണുമ്പോഴൊക്കെ തന്നെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കാര്യം, ഗതാഗത വകുപ്പ് മന്ത്രി ജോസേട്ടൻ ഇവിടെ ഒരുക്കി തന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകൾ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതിൻ്റെ ചുറ്റിലും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. KTN വളരെ ഭംഗിയായി തന്നെ ഇങ്ങനെ ഒരു നക്ഷത്ര തടാകം പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇത് അലങ്കരിച്ചു. നമ്മുടെ മുൻ മന്ത്രി
ജോസറ്റയിൽ അദ്ദേഹം ഇവിടെ വിഭാവനം ചെയ്ത പോലെ അന്ന് നമുക്കറിയാം, നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, അന്ന് വിഭാവനം ചെയ്യുന്ന സമയത്ത് ഇത് ഏത് തരത്തിലാണോ ആകേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ആകാൻ ആഗ്രഹിച്ചിരുന്നത് ആ നിലയിലേക്ക്, അതായത് സഞ്ചാരം ഉൾപ്പെടെ ബോട്ട് സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അത്തരത്തിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ശരിക്കും ഇതിൽ കൂടുതൽ ആൾക്കാർ അങ്കമാലിക്ക് തന്നെ ഒരു തിലകുറിയായിട്ട് മാറിയേക്കുന്ന ഒരു സംഭവമാണിത്. മലയാറ്റൂര് ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമാണ്. നമുക്ക് അതിനോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു സംരംഭം തന്നെയാണ് നമ്മൾ താരാൻ 225 എന്ന് പറഞ്ഞാൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വളരെ വലിയ പ്രയത്നങ്ങളുണ്ട്. ശ്യാമിൻ്റെ പ്രത്യേകിച്ച് ശ്യാം ഇത് സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കാനും ഒക്കെ ഒത്തിരി ഓടി നടന്നിട്ടുള്ള ആളാണ്. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രദേശവാസികളും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 25 വരെ താരകം 2025 നീണ്ടുനിൽക്കും. ക്രിസ്തുമസ് പുതുവത്സര ദിനങ്ങളിലെ സായാഹ്നങ്ങൾ മധുരതരമാക്കാൻ ഏവരെയും കുടുംബസമേതം ആരോഗ്യപാതയിലേക്ക് ക്ഷണിക്കുകയാണ് അങ്കമാലി നഗരസഭയും ടെമ്പിൾ നഗർ റെസിഡൻസ് അസോസിയേഷനും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.